നല്ല സ്മെല്ല് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഹോണൊക്കെ അടിച്ചിട്ട് വണ്ടി വരുന്നില്ല. സംഭവം എങ്ങനെയുണ്ട്? ഇവിടെ എനിക്കും കൊതി വന്നിട്ടിരിക്കണേ. കൊതിച്ച് കൊതിച്ച് കഴിച്ച് തീർക്കരുത്. നിങ്ങൾ വന്നപ്പോ കറക്റ്റ് ഞങ്ങൾ ഇതിന്റെ മെയിൻ സാധനം ഇടുന്ന ടൈമാണ്. നമ്മൾ തട്ടും അങ്ങോട്ട്. ഇത് ഞങ്ങള് ബ്രിട്ടീഷ് ബീഫ് കട്ട്ലറ്റ് എന്ന് പറയും. ബീഫ് കട്ട്ലറ്റ് ആണ്. ഒരു ബ്രിട്ടീഷ് കുറച്ച് മാറി പറയണം. ഇത് കഴിക്കുന്ന ടേസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഷെഫിന്റെ ടേസ്റ്റ് ആണ്. ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്നത് അതിന്റെ സാധനം കണ്ടോ 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 ഡേറ്റ്സിന്റെ കുരു ഈന്തപ്പഴത്തിന്റെ യമുന ചേച്ചി നോക്കി നടക്കുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു ഡിഷ്, അവരുടെ എന്തോ സ്പെഷ്യൽ ഒരു ഡിഷിന്റെ കാണാനില്ല പറഞ്ഞിട്ട് അവിടെ കരഞ്ഞോണ്ട് അവരുടെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് നവീൻ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. അവരുടെ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തല്ല. ഡേറ്റ്സ് കണ്ടപ്പോ ആരും അടുത്തുകൂടി പോയാലും ജസ്റ്റ് ഒന്ന് എടുത്തു ടേസ്റ്റ് ചെയ്യാൻ നോക്കൂല. അങ്ങനെ ഒരു 5-8 ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം എടുക്കാടാ. അവർക്ക് പാചകം ചെയ്യണ്ടേ? ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അല്ല അറിഞ്ഞോളും. യമുന ചേച്ചി അറിയിച്ചപ്പോ അല്ല 5-8 നോക്കിയല്ലോ. ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായോ? അറിഞ്ഞാ മതി. ഇനി പറയൂ. ഞങ്ങളുടെ ബീഫ് കട്ട്ലറ്റ് അങ്ങനെ ഏകദേശം ഒരു കഴിയാറായില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കണമല്ലോ. ഇതിന്റെ ഒരു നിങ്ങക്ക് സ്മെല്ലൊക്കെ വരുന്നുണ്ടോ? വന്നപ്പോഴേ ഞാൻ ഇട്ടല്ലോ. മതിയടാ മതിയടാ. ആ ഒരു ആസ്വാദനമായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. അതെ സത്യം. വേറെന്തോ ഒരു ഫീലിംഗ് തോന്നിപ്പോ. ചേച്ചി ഞാൻ മനസ്സിലായി. ആസ്വാദത്തിന് ഞാൻ ഒരു കാര്യം പറയാം. നന്നായിട്ട് ഗാനം ചെയ്യണം. നിങ്ങളുടെ വിഭവം നല്ലതാണ്. ഉറപ്പായിട്ടും അലങ്കാര വസ്തുക്കളും കാര്യങ്ങളൊക്കെ ചെയ്ത് നവീനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബീഫിനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിന്റെ ഒരു ഡെമോ കറങ്ങിട്ടൊക്കെ ഞാൻ കൊണ്ടുപോയി ഇല്ല ഒന്നും ചെയ്യില്ല.